കാര്യത്തിൽ മടങ്ങിവരിക. ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങിവരിക, മടങ്ങിവരിക. നിങ്ങൾ മഹനീമിലെ നൃത്തത്തെപ്പോലെ ശൂലേംകാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്തിന്? പ്രഭുകുമാരി, ചെരിപ്പിട്ടിരിക്കുന്ന നിന്റെ കാലത്ര മനോഹരം. നിന്റെ ഉരുണ്ട നിതംബം തട്ടാന്റെ പണിയായ ഭൂഷണം പോലെ ഇരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു. അതിൽ കലയ്ക്ക് വീഞ്ഞ് ഇല്ലാതിരിക്കുന്നില്ല. നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെയാകുന്നു. നിന്റെ സ്തനം രണ്ടും ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. നിന്റെ കഴുത്തു ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണ് ഹെശ്ബോനിൽ ബാത്ത്-റബീം വാതിൽക്കലെ കുളങ്ങളെപ്പോലെയും നിന്റെ മൂക്ക് ദമ്മേശെക്കിന് നേരെയുള്ള ലബാനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു. നിന്റെ ശിരസ്സു കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു. രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. പ്രിയേ, പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി, എത്ര മനോഹര! നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലയോടും ഒക്കുന്നു. ഞാൻ പനമേൽ കയറും, അതിന്റെ മടൽ പിടിക്കും എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ മൂക്കിന്റെ വാസന നാരങ്ങായുടെ വാസന പോലെയുമാകട്ടെ. നിന്റെ അണ്ണാക്കോ മേത്രമായ വീഞ്ഞു, അത് എന്റെ പ്രിയനു മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടെ കടക്കുന്നതുമാകുന്നു. ഞാൻ എന്റെ പ്രിയനുള്ളവൾ